ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിവാദങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ സഹോദരി തങ്കമ്മയാണ് നമുക്കൊപ്പം ഉള്ളത്. ചെറുപ്പത്തിലെ സമാധിയാകുമെന്ന് ചേട്ടൻ പറയും. അണ്ണന് അത് അച്ഛൻ ഈ കഥ അപ്പൂപ്പൻ മരിച്ച കഥ പറഞ്ഞതിന് ശേഷം അണ്ണനൊരാഗ്രഹം ഉണ്ടായിരുന്നു. അണ്ണൻ അടിമുറയൊക്കെ പഠിച്ചിട്ടുണ്ട്. വലുതായതിനു ശേഷം ഒരാശാനുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ അണ്ണ അടിമുറ പഠിപ്പിച്ചിട്ടുണ്ട്. ബർമാണി തടവാനും എല്ലാത്തിനും അറിയാം. ആൾക്കാർ രോഗിയായിട്ട് വരണവരെ കൈ ഒടിഞ്ഞു പിന്നെ തറമ്പിയും ഒക്കെ വരണ സമയത്ത് എന്റെ അണ്ണൻ തന്നെ എല്ലാം തടവി റെഡിയാക്കിയൊക്കെ വിടും. അങ്ങനെയൊക്കെ ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു ആദ്യമൊക്കെ. അപ്പം വിവാഹം കഴിക്കണില്ല, എനിക്ക് വിവാഹമേ വേണ്ട, ഞാൻ സ്വാമിയായിട്ട് പോകും അച്ഛ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അച്ഛന്റെ നിർബന്ധ പ്രകാരമാണ് അണ്ണൻ കല്യാണം കഴിഞ്ഞത്. അത് എന്തെന്ന് പറഞ്ഞാൽ അച്ഛന്റെ നിർബന്ധ പ്രകാരമായിട്ടെങ്കിലും എനിക്ക് കല്യാണം കഴിക്കണമെങ്കിൽ എനിക്കൊരു വെള്ള പെണ്ണ് വേണം, വെളുത്ത പെണ്ണ് വേണം. ഈ വെളുത്ത പെണ്ണിനെ കിട്ടാൻ കരുതി തേടി ഇവൻ നടന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മലയൻകീഴ് ക്ഷേത്രത്തിൽ തൊഴുതോണ്ട് നിന്നപ്പം 2 പെൺകുട്ടികളെ കണ്ട്. അങ്ങനെ അവളെ കണ്ടിഷ്ടപ്പെട്ടു. പിന്നെ അവരുടെ ആളുകളും എന്റെ ആളുകളും എല്ലാവരും കൂടി പോയി എന്റെ അണ്ണൻ കല്യാണവും കഴിഞ്ഞു. 3 കുട്ടികളും ഉണ്ട്, ആൺകുട്ടികളാണ്. മൂത്ത ആള് മരിച്ചുപോയി. ഇപ്പൊ 2 മക്കളുണ്ട്. എന്തെങ്കിലും അസുഖം വന്ന് അത് ബോളി ഇവിടെ ചട്ടത്തിലെടുത്ത് അത് അലിയാതെ ഇരുന്ന് കല്ലിച്ചിരുന്ന് നമുക്കൊന്നും അറിഞ്ഞൂടായിരുന്നു. പോളിയോ കല്ലിച്ചിരുന്ന് ആ ഞരമ്പ് വഴി തളർന്ന് പിന്നെ ഒരു കൈയും ഒരു കാലും നടക്കാൻ പറ്റാതായി. അങ്ങനെ ചിത്രയിൽ കിടന്ന് വർഷങ്ങളോളം ചികിത്സിച്ചു. വീട്ടില് വേറെ ആരെങ്കിലും സമാധിയായിട്ടുണ്ടോ? അല്ല. പിന്നെ ഈ കഥ കേട്ടു എന്ന് പറഞ്ഞ ഏതാ? മുത്തശ്ശൻ എന്തോ സമാധിയാവും. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എന്റെ അച്ഛന്റെ അച്ഛനാണ് സമാധിയായത്. സമാധിയായത് മരുത്തോമലയില്. ആ വിവരമാണ് എന്റെ അണ്ണനോട് എന്റെ അച്ഛൻ കഥ പറയണത്. അതായത് ചേച്ചിയുടെ അച്ഛന്റെ അച്ഛൻ എന്ന് പറയുമ്പം ഗോപൻ സ്വാമിയുടെയും അച്ഛന്റെ അച്ഛൻ മരുത്തോമലയിൽ സമാധിയായതാണ്. മരുത്തോമലയിൽ സമാധിയായെന്ന് എനിക്കൊരു 3 വയസ്സ് പ്രായമുള്ളപ്പം പറയുന്നത് എനിക്ക് ഇന്നും നല്ല ഓർമ്മയുണ്ട്. അപ്പൊ അത് കേട്ട് ഗോപൻ സ്വാമിയും സമാധിയാകണം എന്ന് ആഗ്രഹിച്ചിരുന്നു. സമാധി ആകണമെന്ന് അന്ന് ആഗ്രഹിച്ചിരുന്നില്ല. സമാധി ആകണമെന്ന് ഒരു 30 കൊല്ലം കൊണ്ടാണ് അവൻ മനസ്സിൽ ദൃഢമായി തറപ്പിച്ചു വെച്ചിരുന്നത്. നിങ്ങളോടത് പറയുമായിരുന്നു? നമ്മളോടെയൊക്കെ എല്ലാവരുടെയും ഒക്കെ പറയുമായിരുന്നു. അത് എന്റെ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോഴും പറയും. ഞാൻ പിന്നെ കല്ലറയൊക്കെ ശരിക്കും നേരത്തെ കെട്ടി ഒക്കെ റെഡിയാക്കും. എനിക്ക് സമാധി ആകണം, ആയേ പറ്റൂ. അത്രയ്ക്ക് എനിക്ക് ദൈവവിശ്വാസമുണ്ട്. ദൈവത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ എന്റെ ഹൃദയത്തിലുണ്ട്. ഞാൻ ദൈവത്തിനെ ദാനിക്കുകയാണ്. നിങ്ങൾ കുറച്ച് നാളായിട്ട് അടുത്ത ബന്ധമില്ലായിരുന്നു എന്ന് തോന്നുന്നു, ആങ്ങളപെങ്ങൾ. അത് ഞാൻ പറഞ്ഞല്ല, അതിനെക്കുറിച്ച് ഇനി എന്തൊരു പറയാം. എത്ര വർഷമായി? 4 വർഷം തികയാൻ പോണു. മെയ് 9-ാം തീയതി തികയും. എന്റെ ഭർത്താവ് മരിച്ചിട്ട് 4 വർഷം. അന്ന് തൊട്ട് ഇന്ന് വരെ എന്റെ അണ്ണന്റെ മുഖം ഞാൻ കണ്ടിട്ടുമില്ല, ഞാൻ അങ്ങോട്ട് പോയിട്ടുമില്ല, വന്നിട്ടുമില്ല. ആരെങ്കിലൊക്കെ പറഞ്ഞ് വിശേഷങ്ങൾ അറിയാറുണ്ട്? ഞാൻ ചോദിക്കും. അണ്ണന്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരു തൊഴിലുറപ്പിനൊക്കെ എന്റെ വീട്ടിൽ വരും. വരണ സമയത്ത് എന്റെ അണ്ണന്റെ ഫാമിലിയെ കുറിച്ചും അണ്ണനെ കുറിച്ചും ഒക്കെ ചോദിക്കുമ്പോൾ സുഖമായിട്ടിരിക്കണടി, ഒരു കുഴപ്പവും ഇല്ല, അസുഖങ്ങളൊന്നും എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അത് മുമ്പൊക്കെയാണ്. ഇപ്പൊ ഒരു 1.5 വർഷം കൊണ്ട് ഞാൻ അതും അറിയക്കില്ല. അങ്ങനെയൊക്കെ. മരിച്ച വിവരം എങ്ങനെ അറിഞ്ഞേ? ഞാൻ പറഞ്ഞല്ല, തേങ്ങ വെട്ടുന്ന ഒരാളല്ലേ എന്റെ അടുത്ത് വന്ന് പറഞ്ഞത്. ചാച്ചി, മാമി ഇതേപോലെ ഗോപസ്വാമി മരിച്ചുപോയി, നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല. അപ്പൊ നീ പറഞ്ഞാണ് ഞാൻ അറിയണത് എന്ന് പറഞ്ഞു. അപ്പോഴെന്നെ അറിഞ്ഞത്, അല്ലാതെ അറിഞ്ഞില്ല, ഞാൻ പോയതുമില്ല. സഹോദരനെ ഒന്ന് അവസാനം കാണണമെന്ന് ആഗ്രഹമില്ലായിരുന്നോ? ആഗ്രഹം ഉണ്ടായിരുന്നു. അവിടെ പ്രേതം ഇല്ലെന്ന് എല്ലാരും പറയുന്നു. സ്വാമി പിന്നെ ഗുഹയ്ക്കകത്താണെന്ന് പറഞ്ഞു. പിന്നെ എന്തിനു കണ്ടിട്ടും കാര്യമില്ലെന്ന് വിചാരിച്ചു. അല്ല, ഗുഹയ്ക്കകത്ത് അല്ലെങ്കിൽ ഈ സ്ലാബിനകത്ത് മൂടുന്നതിന് മുമ്പ് കാണണമെന്ന് അറിഞ്ഞില്ലല്ലോ. നമ്മളത് അറിഞ്ഞില്ലല്ലോ. അങ്ങനെ അറിയിക്കാത്തതിൽ വിഷമമുണ്ടോ? വിഷമമൊക്കെ ഉണ്ട്. വിഷമം സഹോദരങ്ങളല്ലേ, ഒരു കൂടപ്പറപ്പല്ലേ. അതൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയണില്ല, ഉണ്ട്, ശരി തന്നെ. ഓക്കെ, ഇതാണ് സഹോദരി അവരുടെ നിലപാട് വ്യക്തമാക്കി. ഇവർ 4 മക്കളായിരുന്നു. ചേട്ടന്മാർ 4 പേരാണുള്ളത്. ഒരു സഹോദരൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. പിന്നെ ഇപ്പം നമ്മളോട് സംസാരിച്ച ചേച്ചിയാണുള്ളത്. മറ്റൊരു സഹോദരി കൂടിയുണ്ട്. അവര് വേറൊരു സ്ഥലത്താണ്, ഭരണിക്കാവ്
അങ്ങനൊരു സ്ഥലത്താണ് അവർ താമസിക്കുന്നത്. എന്തായാലും ഇത് വിവാദമായൊരു പശ്ചാത്തലത്തിൽ ആ സഹോദരിക്ക് പറയാനുള്ളത് കേൾപ്പിക്കുകയായിരുന്നു നമ്മുടെ ലക്ഷ്യം. അവർ പറയാനുള്ളത് വിശദമായി തന്നെ പറയുകയും ചെയ്തു. വീഡിയോ ജേർണലിസ്റ്റ് റീജുവിനൊപ്പം റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.